ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൻ. എല്ലാവർക്കും ബാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അബുദാബിയിൽ പോകുന്നതിൻ്റെ കുറച്ച് ദിവസം 2-3 ദിവസത്തെ പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ജയലക്ഷ്മിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കുട്ടികൾക്കും എനിക്കും എല്ലാം തന്നെ ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നെ ശോഭാ മാളിൽ പോയിട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ പോകാനായിട്ട് കുറച്ച് അച്ചാറൊക്കെ കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് അച്ചാറൊക്കെ റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിട്ടാണ്. അപ്പോൾ ഞാനിതാ കായ്പോള തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇറാനിപ്പോളയും പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് വന്നിട്ട് എപ്പോഴും വരാത്തവരായിരുന്നു. അപ്പോൾ ജസ്റ്റ് വന്ന് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ പോകാനുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ആയിട്ട് 3 ഡ്രസ്സും കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ബാഗിൽ റെഡിയാക്കിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോള് MBA ആണ്, ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ അവൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതും കൂടെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും കൂടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വേവിച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നല്ല വെള്ളമൊക്കെ വറ്റിച്ചിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിന് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് വെള്ളം വറ്റിച്ചാൽ പിന്നെ നമുക്കത് അങ്ങനെ ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ 2 ദിവസം ഫ്രീസറിൽ ഇരുന്നാൽ നന്നായിട്ട് കട്ടയാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഐസ് ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാനിതാ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം, പിന്നെ വേറെ ചേർക്കുന്ന കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമ്മൾ വാരച്ചതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ചെമ്മീൻ അച്ചാർ തയ്യാറാക്കാണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് തേങ്ങ നന്നായി ചിരകിയിട്ട് അത് കവറിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ പോകുന്ന സമയത്ത് പാക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പിറ്റേ ദിവസം പോകാനുള്ള സമയമായി. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള സാധനങ്ങളാകുമ്പോൾ പോകുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ അങ്ങനെ എടുത്തിട്ട് അത് പാക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആകെ ഹറിബറി ആയിരുന്നു. അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 8 മണിക്കാണ് അവിടെ എത്തേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ സമയം 7 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കയറിയ പിന്നെ നമുക്ക് 11 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ അത്രയും സമയം പിന്നെ ഇരിക്കണ്ടേ, പിന്നെ അതിൽ കിടന്ന് ഉറങ്ങുക പോലും. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലഗേജൊക്കെ ഇറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ലഗേജൊക്കെ ഇറക്കി വെച്ച് പിന്നെ അവിടെ നിന്ന് നമുക്ക് ബോർഡിംഗ് പാസ്, ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയി. പിന്നെ നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേ വേണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫോൺ നമുക്ക് വല്ലാതെ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ജസ്റ്റ് ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മുടെ ടിക്കറ്റും അതേപോലെ തന്നെ പാസ്പോർട്ടും ഫസ്റ്റ് അതാണ് കേട്ടോ, അതാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പാസ്പോർട്ട് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഓരോ ടെർമിനൽ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അവിടുന്ന് നമ്മുടെ ബോഡി ചെക്കപ്പും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ കഴിയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള ലഗേജുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ ലഗേജ് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ലഗേജ് കൂടെ വിട്ടാൽ പിന്നെ നമുക്ക് ആശ്വാസമായി. ലഗേജ് കൊണ്ട് പോയാൽ പിന്നെ നമുക്ക് ആശ്വാസമായി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ടൈം ആയാൽ അവർ അനൗൺസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പോയാൽ മതി. അപ്പോൾ നമ്മളിതാ അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അവർ അനൗൺസ് ചെയ്യണം കാത്തിട്ട് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10 ആയപ്പോഴേ തന്നെ അനൗൺസ് വന്നു. ഓരോരുത്തർ സീറ്റ് നമ്പർ അനുസരിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ക്യൂ നിന്നിട്ട് എല്ലാവരും ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൃത്യം 10:55 തന്നെ ഫ്ലൈറ്റ് എടുക്കുകയും ചെയ്തിരുന്നു. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്